നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വിജിലൻസ് റിപ്പോർട്ട് പുറത്തുവിട്ട് 24. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡിനെ സംശയ നിഴലിൽ നിർത്തുന്ന ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് 24 കവർച്ചയ്ക്ക് പിന്നിൽ ഉദ്യോഗസ്ഥ താൽപര്യം മാത്രമെന്ന് കരുതാൻ കഴിയില്ലെന്നും ബോർഡിന്റെ സമ്മർദ്ദമുണ്ടായോ എന്ന് സംശയിക്കുന്നതായും അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഉത്തരവ് സെക്രട്ടറി എസ് ജയശ്രീ തിരുത്തിയതിന്റെ രേഖകളും 24 ലഭിച്ചു. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടു നൽകാനാണ് ഉത്തരവ് തിരുത്തിയത്. 24 സൂപ്പർ എക്സ്ക്ലൂസീവ്. ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിന്റെ പ്രധാന വാതിലിലും സ്വർണം പൂശാമെന്ന വാഗ്ദാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കവർന്നുവെന്ന് പറയുന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനെ സംശയനിഴലിൽ നിർത്തുകയാണ്. നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്തത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ലെന്ന് കരുതാൻ കഴിയില്ല. 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടോ എന്ന് സംശയമുണ്ട്. നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ ഇടയായത് 2019 ബോർഡിന്റെ വീഴ്ചയാണെന്നും ബോർഡിനെതിരെയും തുടർ നടപടി വേണമെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്യോഗസ്ഥ വീഴ്ചയും അക്കമിട്ട് നിരത്തുന്നുണ്ട്. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവർ ബോധപൂർവം ചെമ്പുപാളി എന്ന രേഖ തയ്യാറാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ശുപാർശ നൽകി. ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ ഉത്തരവ് തിരുത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ, തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു, തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള ആർ ജി രാധാകൃഷ്ണൻ, വി എസ് രാജേന്ദ്ര പ്രസാദ്, കെ രാജേന്ദ്രൻ നായർ എന്നീ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ശുപാർശയുണ്ട്. സ്ഥിര വരുമാനമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു സ്പോൺസർമാർക്ക് വേണ്ടി ഇടനിലനിന്ന് ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. 2019 ദേവസ്വം ബോർഡ് തീരുമാനം ബോർഡ് സെക്രട്ടറി തിരുത്തിയതിന്റെ തെളിവും ഇന്ന് പുറത്തു വന്നു. ബോർഡ് എടുത്ത തീരുമാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളി കൊടുത്തുവിടണം എന്ന് പറയുന്നില്ല. എന്നാൽ ദേവസ്വം സെക്രട്ടറി ജയശ്രീ ഇറക്കിയ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൈമാറണമെന്ന് നിർദ്ദേശിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം ബോർഡിന് വെറുതെ അങ്ങ് കൈകഴുകാനാവില്ല. പോറ്റിക്ക് വേണ്ടി വഴിവിട്ട ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഈ വിജിലൻസ് റിപ്പോർട്ട് അത് പൂർണ്ണമായി പരിശോധിക്കുമ്പോൾ പോറ്റി ഒപ്പം പ്രതിയേർക്കപ്പെട്ടവരുണ്ട്, ഇനിയും കൂടുതൽ ആളുകൾ കുടുങ്ങുമോ ഷഫീദ്? നിലവിലിപ്പോൾ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് അത്തരത്തിൽ ചില സൂചനകൾ നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ അല്പസമയം മുൻപ് പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അടക്കം സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് പറയുന്ന കാര്യം. മാത്രവുമല്ല, അവരുടെ അറിവോ ധാരണയോ ഇല്ലാതെ ഇക്കാര്യങ്ങൾ നടക്കുമെന്നൊക്കെയുള്ള സംശയമുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരമോ സമ്മർദ്ദത്തിലോ പ്രേരണയാലോ ഇക്കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളൊരു കാര്യമാണ് ദേവസ്വം വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ ഈ 25 പേജുള്ള ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട് ഉദ്യോഗസ്ഥ വീഴ്ച. അതിനൊക്കെ അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിനെ സംശയത്തിൽ നിർത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചടക്കമുള്ള കാര്യങ്ങൾ അതും ഇതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇൻകം ടാക്സ് റിട്ടേൺസും അദ്ദേഹത്തിന്റെ വരുമാനം അടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിച്ചു എന്ന് ദേവസ്വം വിജിലൻസ് പറയുന്നുണ്ട്. എന്നാൽ കാര്യമായ സ്ഥിര വരുമാനമോ ബിസിനസ് വരുമാനമോ ഇല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപെടലുകളൊക്കെ നടത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ തന്നെ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ, അതിൽ ശബരിമലയിലെ കേടായ വാതിൽ മാറ്റി പുതിയ വാതിൽ നിർമ്മിച്ച് സ്വർണ്ണം പൂശി നൽകി. അത് ഒരു സ്പോൺസർ വഴിയായിരുന്നു. അന്വേഷണത്തിൽ ഈ നിർമ്മാണ പ്രവൃത്തിയുടെ യഥാർത്ഥ സ്പോൺസർ കർണാടക ബെല്ലാരി സ്വദേശിയും ബിസിനസ്സുകാരനുമായ ഗോവർദ്ധനാണെന്ന് വെളിവായി. ശ്രീകോവിലിന്റെ കട്ടളയിൽ പൊതിഞ്ഞ് ചെമ്പുപാളികൾ സ്വർണം പൂശി നൽകി. യഥാർത്ഥ സ്പോൺസർ മലയാളിയും ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരനുമായ അജികുമാർ ആണെന്ന് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 2025 ജനുവരി 1 അന്നദാനം, പടിപൂജ, ഉദയാസ്തമന പൂജ, കളഭാഭിഷേകം എന്നിവ നടത്തി. ശബരിമലയിലെ 18ാം പടിക്ക് ഇരുവശങ്ങളിലായി മണിമണ്ഡപം നിർമ്മിച്ചു നൽകി. മാത്രവുമല്ല, ഈ 26/2017 ക്ഷേത്ര അലങ്കാരം, പടിപൂജ, ഉദയാസ്തമന പൂജ, മേളം എന്നിവ നടത്തി. അന്നദാന മണ്ഡപത്തിന് ലിഫ്റ്റ് പണിതതിന് 10 ലക്ഷം രൂപ സംഭാവന നൽകി. 2025 ജനുവരിയിൽ 6 ലക്ഷം രൂപ അന്നദാനത്തിന് സംഭാവന നൽകി. 2025 മകരവിളക്കിനോടനുബന്ധിച്ച് 10 ലക്ഷം രൂപ സംഭാവനയായി നൽകിയിട്ടുണ്ടെന്നും 2017 8,20,000 രൂപയുടെ ചെക്കും 17 ടൺ അരിയും 30 ടൺ പച്ചക്കറിയും സംഭാവനയായി നൽകി എന്നൊക്കെയുള്ള കണ്ടെത്തൽ അത് ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോഴും ദേവസ്വം വിജിലൻസ് ഉന്നയിക്കുന്ന ചോദ്യം, സ്ഥിര വരുമാനമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയധികം സംഭാവനകൾ എന്തായാലും തന്റെ കയ്യിൽ നിന്ന് എടുത്തു നൽകില്ല. പകരം സ്പോൺസർമാരുടെ ഇടനിലക്കാരനായി നിന്ന് ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ
ഇടപെടലുകൾ നടത്തി അക്കാര്യമടക്കം ദുരൂഹമാണ് എന്നുള്ള കണ്ടെത്തൽ ദേവസ്വം വിജിലൻസിനുണ്ട്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ SITയുടെ അന്വേഷണ പരിധിയിലും വരും. നിലവിലിപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അത് ഗുരുതരമാണ്. അക്കാര്യത്തിലടക്കം അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ മറുപടി പറയേണ്ടി വരും. പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ള സൂചനകൾ. ഇപ്പോൾ മുരാരി ബാബുവിനെതിരെ മാത്രമാണ് പേരെടുത്ത് നടപടിയെടുത്തിരിക്കുന്നത്. പകരം ജയശ്രീ ഉൾപ്പെടെ വിരമിച്ച ആളുകളുണ്ട്. അവർക്കെതിരെ നടപടി എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡ് നിയമപരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശരി, ഷഫീദ് റാവത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണമോഷണത്തിൽ അന്വേഷണം ആരംഭിച്ച് പ്രത്യേക സംഘം. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിൽ SIT പരിശോധന നടത്തി. കൂടുതൽ സ്പോൺസർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. 24 എക്സ്ക്ലൂസീവ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് SIT അന്വേഷണം ആരംഭിച്ചത്. ഇന്ന് രാവിലെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ആസ്ഥാനത്ത് സംഘം പരിശോധന നടത്തി. എന്നാൽ പരിശോധന നടന്നിട്ടില്ലെന്ന് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി വ്യക്തമാക്കി. കൂടുതൽ സ്പോൺസർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 2019 വാതിൽപ്പാളികളിൽ സ്വർണം പൂശിയത് സ്പോൺസർ ചെയ്ത ഗോവർദ്ധനിൽ നിന്ന് സംഘം വിവരങ്ങൾ തേടും. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഗോവർദ്ധന്റെ പേരുള്ള സാഹചര്യത്തിലാണ് നടപടി. വാതിൽപ്പാളികളിൽ സ്വർണം പൂശാൻ 512 ഗ്രാം ഗോവർദ്ധൻ നൽകിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴി. വാതിലിൽ 321.6 ഗ്രാമും കട്ടിലപ്പാളിയിൽ 184 ഗ്രാമും സ്വർണം പൂശിയെന്നുമാണ് രേഖ. മുഴുവൻ സ്വർണവും സ്പോൺസർ നൽകിയെങ്കിൽ പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം അപഹരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള നിഗമനം. ഈ സാഹചര്യത്തിൽ ഗോവർദ്ധനെ ചോദ്യം ചെയ്യേണ്ടത് പ്രധാനമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അധികം വൈകാതെ സന്നിധാനത്തെത്തി ചെന്നൈയിൽ നിന്നും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക പാളികൾ പരിശോധിക്കാനും ആലോചനയുണ്ട്. സ്വർണ്ണക്കൊളയിൽ പമ്പ സ്റ്റേഷനിൽ ലഭിച്ച 5 പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ക്രൈംബ്രാഞ്ച് കേസെടുത്ത സാഹചര്യത്തിലാണ് നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ പ്രതിപ്പട്ടികയിലുള്ളവരെ അന്വേഷണ സംഘം ഉടൻ അറസ്റ്റ് ചെയ്തേക്കില്ല. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിലെ ധാരണ. പത്തനംതിട്ട കേന്ദ്രീകരിച്ച അന്വേഷണ സംഘം ക്യാമ്പ് ഓഫീസ് ആരംഭിക്കും. 24 പത്തനംതിട്ട. ശബരിമലയിലെ പഴയ സ്വർണ്ണപ്പാളി എവിടെ പോയെന്നറിയില്ലെന്ന് പുതിയ വാതിൽ നിർമ്മിച്ച ശില്പി എളവള്ളി നന്ദൻ. പഴയ സ്വർണം പൊതിഞ്ഞ വാതിലിൽ നിന്ന് സ്വർണ്ണപ്പൂട്ട് മാത്രമാണ് എടുത്തത്. ബാക്കി സ്വർണ്ണപ്പാളി എന്തു ചെയ്തുവെന്നറിയില്ല. എളവള്ളിയിൽ വെച്ച് വാതിൽ നിർമ്മിക്കാമെന്നറിയിച്ചിട്ടും ബംഗളൂരുവിൽ നിർമ്മാണം നടത്തണം എന്ന് നിർദ്ദേശിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. വിവാദങ്ങൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും വിളിച്ചെന്നും എളവള്ളി നന്ദൻ പറഞ്ഞു. ആ പഴയ വാതിലിൻ്റെ ലോക്ക് മാത്രം പുതിയ വാതിലിലേക്ക് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഡോർ അവിടെ ഊരി കൊടുത്തു. ബാക്കി എന്താ ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല. പിന്നെ പണി ചെയ്തത് ബാംഗ്ലൂരുള്ള ശ്രീരാമപുരത്ത് അമ്പലത്തിൽ വെച്ചിട്ടാണ്. അതിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്യണമെന്ന്. നമ്മളിവിടെ വെച്ച് ചെയ്യാറുണ്ട്. അത്രയ്ക്കുള്ള കാര്യമുള്ളത്. അവിടെ നിന്ന് കൃത്യ അളവെടുത്ത് കൊണ്ടുവന്നുള്ളതാണ് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാവുന്നതുള്ളൂ. ദ്വാരപാലക ശില്പത്തിൻ്റെ വിഷയം വരണേൻ്റെ ഒരു 4 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ ശബരിമല ഡോറിൻ്റെ അടിയിൽ സ്വർണ്ണവാതിൻ്റെ അടിയിൽ ചെമ്പിൻ്റെ ഒരു പാളി വെച്ചിട്ടുണ്ടോ എലി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. വിളിച്ചിട്ട് പറഞ്ഞു, നന്ദകുമാർ അതിൽ അസ്വാഭാവികത ഒന്നുമില്ല, അതിൽ മുള്ളാണി അടിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. ചെമ്പ് പൊതിഞ്ഞിട്ടുള്ള അടക്കം വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. FIR കോടതിയിലെത്തുമ്പോൾ നോക്കാമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ പറഞ്ഞു. പ്രസിഡന്റായിരുന്നപ്പോഴോ ദേവസ്വം കമ്മീഷണറായപ്പോഴോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നായിരുന്നു N വാസുവിന്റെ പ്രതികരണം. ആര് പ്രതിയായാലും കർശന നടപടിയെന്ന മന്ത്രി VN വാസവൻ. SIT അന്വേഷിച്ച് പ്രതികളായി കൊണ്ടുവരുന്ന കൃത്യമായി ആരായിരുന്നാലും X or Y എന്നാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞത്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഗവൺമെന്റ് നിലപാടും കോടതിയുടെ നിലപാടും ഒന്ന് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ വിവരം തനിക്കറിയില്ലെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ. അങ്ങനൊരു FIR ഉണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. നിയമപ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ എനിക്കങ്ങനൊരു വിവരം കിട്ടിയിട്ടില്ല. അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിൻ്റെ FIRൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. തെറ്റ് ചെയ്തിട്ടില്ലെന്ന മുൻ പ്രസിഡന്റ് N വാസുവും പ്രതികരിച്ചു. എനിക്കതിനകത്ത് എൻ്റെ ഉത്തമ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വിഷയത്തിലൊന്നും ഒരു റോളും ഇല്ല. ദേവസ്വം ബോർഡിൽ ഈ 2 കാര്യങ്ങൾ അത് കടത്തിക്കൊണ്ടുപോയതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. 2019 ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസും N വിജയകുമാറും കണ്ടെത്തലുകളിൽ പങ്കില്ലെന്നറിയിച്ചു. 24 തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അറിയില്ല എന്ന മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ്. 6 ആഴ്ച കാത്തിരിക്കണമെന്നും യഥാർത്ഥ പ്രതികളെ SIT പുറത്തു കൊണ്ടുവരട്ടെയെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഒന്നും തന്നെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇന്ന് രാവിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞപ്പോഴാണ് മുൻ പ്രസിഡന്റുമാർ 2 പേരെ FIRൽ പ്രതി ചേർത്തതായിട്ട് മനസ്സിലാക്കുന്നത്. എന്തിനു പ്രതി ചേർത്തു എന്നും എനിക്കറിയില്ല. അത് പഠിച്ചാലും മനസ്സിലാക്കിയാലേ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രം യഥാർത്ഥത്തിൽ ഇപ്പോൾ യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും. അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേർ പ്രതികളായതോടെ രാഷ്ട്രീയ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. CPIM നേതൃത്വം അറിയാതെ ഒന്നും നടക്കില്ലെന്നും വിഷയത്തിൽ BJP CPIM അന്തർധാര വ്യക്തമാണെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കൊള്ള നടന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെന്ന് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPIM അറിയാതെ ഒന്നും നടക്കില്ലെന്നാണ് കോൺഗ്രസ് ആരോപണം. കേസിൽ യഥാർത്ഥ പ്രതികൾ ഒളിഞ്ഞിരിക്കുന്നു. വിഷയത്തിൽ BJP എന്തുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറിയെന്ന് വ്യക്തമാക്കണമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഒളിഞ്ഞിരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നമുക്കറിയാം, CPMന്റെ ശൈലി അറിയാത്തവരല്ലോ നമ്മളാരും. ഗവൺമെന്റ് അറിയാതെ, പാർട്ടി അറിയാതെ, ദേവസ്വം ബോർഡല്ല ഏത് പൊന്നുതമ്പുരാൻ വിചാരിച്ചാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് ആർക്കാ അറിയാത്തത്? ശബരിമലയിലെ സാമ്പത്തിക സ്രോതസ്സാക്കാൻ ശ്രമിച്ച സർക്കാരിൻ്റെ നടപടി തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ക്ഷേത്രങ്ങളിലും കണക്കെടുപ്പ് നടത്തണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു. ഇതുപോലെ ഭക്തജനങ്ങൾ കൊടുക്കുന്ന ഒരുപാട് വഴിപാടുകൾ എന്നുള്ള നിലയിൽ ഇതിന് ഒരു അക്കൗണ്ടബിലിറ്റി വേണം. ആ അക്കൗണ്ടബിലിറ്റി എന്നുള്ള നിലയിൽ കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഇതിന് ഒരു നടപടി ഉണ്ടാവുകയും അത് പൊതുജനങ്ങളെ അറിയിക്കുവാനുള്ള അവസരവും ഒരുക്കിയെടുക്കണം എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി ഭരണകാലത്താണ് ശബരിമലയിൽ കൂടുതൽ കൊള്ള നടന്നതെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ ന്യായീകരണം. ഇവിടെ UDFന്റെ കണ്ണുനീര് കണ്ടാൽ ഭയങ്കര കണ്ണുനീരാണ്. എന്തോ ഒരു നൊമ്പരമാണെന്നറിയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊള്ള നടന്നത് അവരുടെ കാലത്താണ് ശബരിമലയിൽ. അവരുടെ ഭരണകാലത്ത് ഈ ശബരിമലയിലോട്ടൊന്നും ഒരു റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റും. മികച്ച കുണ്ടും കുഴിയും കാണണമെങ്കിൽ ശബരിമലയിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോയാൽ മതി. ശബരിമല പ്രതിഷേധങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് പോലും പ്രതിപക്ഷത്തിന് അറിയില്ലെന്നും സജി ചെറിയാൻ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണക്കട്ടില കടത്തിയ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതി ചേർത്ത് പ്രത്യേക അന്വേഷണ സംഘം. ശബരിമലയിലെ സ്വത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് FIR. സ്വർണ്ണക്കട്ടിള ചെമ്പെന്ന് രേഖപ്പെടുത്തി കടത്തിയ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് 24 ആണ്. 2019 മാർച്ച് 19-നാണ് ശബരിമലയിലെ സ്വർണ്ണക്കട്ടിള ചെമ്പ് എന്ന് രേഖപ്പെടുത്തി പുറത്തു കൊണ്ടുപോകാൻ ദേവസ്വം സെക്രട്ടറി ഉത്തരവിറക്കിയത്. മെയ് 18-ന് സ്വർണം പൂശാൻ എന്ന വ്യാജേന ശബരിമലയിൽ നിന്ന് കട്ടിള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി. ഇതിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കട്ടിള കടത്തിയ സംഭവത്തിൽ എടുത്ത 2ാമത്തെ FIRൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി സ്വർണം ചെന്നൈയിൽ കൊണ്ടുപോയ കൽപേഷ് 2-ാം പ്രതിയുമാണ്. 2019 ദേവസ്വം സെക്രട്ടറി, തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരാണ് യഥാക്രമം 3 മുതൽ 7 വരെയുള്ള പ്രതികൾ. 8-ാം പ്രതി അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെന്നും FIRലുണ്ട്. പക്ഷേ ആരുടെയും പേര് പ്രത്യേകം പരാമർശിച്ചിട്ടില്ല. ബോർഡ് അനുമതിയില്ലാതെ സെക്രട്ടറിക്ക് ഉത്തരവിറക്കാൻ കഴിയില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SITയുടെ നടപടി. സ്വർണ്ണക്കട്ടിള ചെമ്പ് എന്ന് രേഖപ്പെടുത്തി കടത്തിയത് പുറം ലോകത്തെ അറിയിച്ചത് 24 ആയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രത്യേക സംഘം സംഭവത്തിൽ അന്വേഷണം നടത്തിയത്. ശബരിമലയിലെ സ്വർണ്ണക്കട്ടിള ചെമ്പെന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കടത്തിയതിന് പിന്നിൽ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും കൃത്യമായ അറിവും പങ്കുമുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരെ കൂടി കേസിലേക്ക് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപട്ടികയിലുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു നിലവിൽ പ്രവർത്തിക്കുന്നത് CPIM സർവീസ് സംഘടനയിലാണ്. 2024 വരെ കോൺഗ്രസ് സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതാവായിരുന്നു മുരാരി ബാബു. സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈക്കം കൃഷ്ണകുമാർ മുരാരി ബാബുവിന് അംഗത്വം നൽകുന്ന ചിത്രം 24 ലഭിച്ചു. CPIM സർവീസ് സംഘടനാ അംഗത്വം ലഭിച്ച ശേഷമാണ് മുരാരി ബാബുവിനെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിക്കുന്നത്.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാറിനോട് CPI വിശദീകരണം തേടി. ആലപ്പുഴ ജില്ലാ നേതൃത്വമാണ് വിശദീകരണം ആരാഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം പുറത്തു വന്നതിനെ തുടർന്നാണ് CPIയുടെ നടപടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ CPI പ്രതിനിധിയാണ് എ അജികുമാർ. ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിലെ കേന്ദ്രബിന്ദുവായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അജികുമാറിന് ബന്ധമുണ്ടെന്ന വിവരം പുറത്തു വന്നതിനെ തുടർന്നാണ് CPI ആലപ്പുഴ ജില്ലാ നേതൃത്വം വിശദീകരണം തേടിയത്. കഴിഞ്ഞ ദിവസം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ നേതൃയോഗത്തിലാണ് വിശദീകരണം ആരായാൻ തീരുമാനിച്ചത്. അജികുമാറിന്റെ കുടുംബക്ഷേത്രം വകയായി ഉണ്ണികൃഷ്ണൻ പോറ്റി 2 വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു. സ്വർണ്ണപ്പാളി മോഷണ വിവാദത്തിനൊപ്പം ഇതും പുറത്തുവന്നത് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്ന വിലയിരുത്തലിലാണ് അജികുമാറിനോട് വിശദീകരണം ചോദിക്കുന്നത്. എത്രയും വേഗം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. നേരത്തെ ഭൂമി വാങ്ങിയത് സംബന്ധിച്ച പരാതിയിൽ അജികുമാറിനെതിരെ പാർട്ടി തലത്തിൽ അന്വേഷണം നടന്നിരുന്നു. പിന്നാലെ ജില്ലാ കൌൺസിലിൽ നിന്ന് അജികുമാറിനെ ഒഴിവാക്കുകയും ചെയ്തു. പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നാണ് പാർട്ടി ജില്ലാ നേതൃത്വം നൽകുന്ന വിവരം. സ്വർണ്ണപ്പാളി മോഷണ വിവാദത്തിന് പിന്നാലെ അജികുമാർ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ കണ്ട് നേരിട്ട് വിശദീകരണം നൽകിയിട്ടുണ്ട്. നിലവിലുള്ള ബോർഡിന്റെ കാലാവധി നീട്ടി നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണ്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ പാർട്ടി പ്രതിനിധിയെ തുടരാൻ അനുവദിക്കേണ്ടതില്ലെന്നാണ് CPI തീരുമാനം. 24 തിരുവനന്തപുരം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസിന്റെ പരിശോധന. ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും പരാതിക്കാരുടെയും മൊഴിയെടുക്കുന്നു. പരിശോധനയ്ക്കിടെ വിജിലൻസ് സംഘവും പരാതിക്കാരുമായി തർക്കമുണ്ടായി. സുജിത് സുരേന്ദ്രൻ ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, വിവരങ്ങൾ. ഉമേഷ്, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദത്തിലെ ക്രമക്കേട് അന്വേഷിക്കാൻ വേണ്ടി ഇന്ന് ദേവസ്വം വിജിലൻസ് സംഘം എത്തുകയായിരുന്നു. എന്നാൽ എത്തിയത് SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. വിജിലൻസ് SI രാകേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കായി എത്തിയത്. ഈ പരാതിക്കാരുടെയും ഒപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും മൊഴി എടുക്കുകയായിരുന്നു. ഇതിനിടയിൽ പ്രസാദം തയ്യാറാക്കിയ ഇടങ്ങളിൽ പരിശോധന നടത്താനും തീരുമാനിച്ചു. എന്നാൽ വിജിലൻസ് അന്വേഷണം പ്രഹസനമെന്ന് BJPയും പരാതിക്കാരും ഉന്നയിക്കുകയായിരുന്നു. ഗൗരവതരമായ പരാതി അന്വേഷിക്കാൻ നിയോഗിച്ചത് SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാണെന്നും SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെങ്കിലും അന്വേഷണം നടത്തണമെന്നുമായിരുന്നു BJPയുടെ ആവശ്യം. ദേവസ്വം സീൽ ചെയ്ത പ്രസാദം തയ്യാറാക്കിയ വീട്ടിൽ ഒറ്റയ്ക്ക് പരിശോധന നടത്തുമെന്നാണ് ഇവർ പറഞ്ഞത്. കൂടാതെ പരിശോധന നടത്തിയ ശേഷം സീൽ ചെയ്യാൻ തനിക്ക് അധികാരമില്ലെന്നും SI അറിയിച്ചത് പരാതിക്കാരോട് പറഞ്ഞതോടുകൂടിയാണ് തർക്കമുണ്ടായത്. ഇതോടുകൂടി വിജിലൻസ് സംഘവും പരാതിക്കാരുമായി തർക്കത്തിലേക്ക് പോവുകയും മഹസർ രീതി പ്രസാദവും മറ്റൊരിടത്തേക്ക് മാറ്റാൻ വിജിലൻസ് നീക്കം നടത്തിയതോടുകൂടി ശക്തമായ എതിർപ്പുമായി പരാതിക്കാരനടക്കം രംഗത്തെത്തുകയുമായിരുന്നു. ഒരു കാരണവശാലും ഇത്തരത്തിൽ പ്രസാദം മറ്റൊരിടത്തേക്ക് മാറ്റാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞതോടുകൂടിയാണ് നിലവിൽ പ്രസാദം സൂക്ഷിച്ചിട്ടുള്ള വാടക കെട്ടിടത്തിൽ തൊണ്ടി മുതലുകൾ സുരക്ഷിതമല്ലെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ആയില്യ പറയുകയായിരുന്നു. പക്ഷേ അപ്പോൾ ഇതോടുകൂടിയാണ് ഈ കൊട്ടാരക്കര പോലീസ് സ്ഥലത്തേക്ക് എത്തി ഒരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചത്. ഒടുവിൽ ഇപ്പോൾ മഹസർ ഈ പ്രസാദം തയ്യാറാക്കിയ സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം ഈ പ്രസാദവും മറ്റും ദേവസ്വത്തിന്റെ തന്നെ മറ്റൊരിടത്തിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനമെത്തി. ആ ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ പരാതിക്കാരുടെയും അതുപോലെ തന്നെ പ്രതിഷേധക്കാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ തന്നെ ഈ പരിശോധന നടത്തുമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെ അത്തരത്തിലൊരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നു. ഈ പ്രസാദം തയ്യാറാക്കിയ വാടക വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ പരിശോധന നടത്തി ഈ പ്രസാദം തൊണ്ടുമുതലുകളെല്ലാം തന്നെ ദേവസ്വത്തിന്റെ മറ്റൊരു ഓഫീസിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഉന്മേഷ്, ശരി, പരിശോധന നടക്കുകയാണ്. സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്ത് ദ്വാരപാലക പാളികളിൽ പരിശോധന നടത്തുന്നു എന്നതാണ്. ചെന്നൈയിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എത്തിച്ച ദ്വാരപാലക പാളികളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിനെ പ്രതിനിധീകരിച്ച് അഭിഭാഷകൻ ഈ പരിശോധനയ്ക്ക് ഹാജരായി. നാളെയും സന്നിധാനത്ത് പരിശോധന തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് AV ജയശങ്കർ ഇപ്പോൾ അറിയിക്കുന്നത്. അതിനുശേഷം മാത്രമേ ആറന്മുളയിലെ സ്ട്രോങ് റൂം പരിശോധിക്കൂ എന്ന് കൂടി AV ജയശങ്കർ അറിയിക്കുന്നുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറത്ത് ശൈശവ വിവാഹത്തിന് നീക്കം. 14-കാരിയുടെ വിവാഹ നിശ്ചയ ചടങ്ങ് നടന്നു. ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കുമെതിരെ കാടാമ്പുഴ പോലീസ് കേസെടുത്തു. ഇന്നലെയാണ് കാടാമ്പുഴ മരവട്ടത്ത് 14-കാരിയുടെ വിവാഹ നിശ്ചയ ചടങ്ങ് നടന്നത്. നിശ്ചയത്തിന്റെ ഭാഗമായുള്ള മിഠായി കൊടുക്കൽ ചടങ്ങിൽ 2 കുടുംബങ്ങളിൽ നിന്നുമായി 10 പേർ പങ്കെടുത്തു. കുട്ടിയുടെ അമ്മാവന്റെ മകനായ 22-കാരനുമായിരുന്നു വിവാഹമുറപ്പിക്കൽ. ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കുമെതിരെയും കാടാമ്പുഴ പോലീസ് സ്വമേധയാ കേസെടുത്തു. തുടർന്ന് കുട്ടിയെ കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലേക്ക് മാറ്റി. സംഭവത്തിൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു. 2024-25 സംസ്ഥാനത്ത് 18 ബാലവിവാഹങ്ങൾ നടന്നെന്നാണ് വനിതാ ശിശുവികസന വകുപ്പിന്റെ കണക്ക്. മുൻ വർഷങ്ങളേക്കാൾ കൂടുതലാണിത്. 2022-23 12, 2023-24 14 എന്നിങ്ങനെയായിരുന്നു മുൻവർഷങ്ങളിലെ ബാലവിവാഹങ്ങൾ. 24 മലപ്പുറം.
ഓപ്പറേഷൻ നങ്കൂറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് കസ്റ്റംസിന് അപേക്ഷ നൽകി നടൻ ദുൽഖർ സൽമാൻ. ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടു നൽകണമെന്നാണ് അപേക്ഷ. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് വെള്ളിയാഴ്ച ദുൽഖർ സൽമാൻ അപേക്ഷ നൽകിയത്. അപേക്ഷയിൽ 10 ദിവസത്തിനകം തീരുമാനം എടുക്കണമെന്ന് ഹൈക്കോടതി കസ്റ്റംസിന് നിർദ്ദേശം നൽകിയിരുന്നു. അപേക്ഷ പരിഗണിച്ച് രേഖകൾ പരിശോധിച്ച ശേഷം കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ അന്തിമ തീരുമാനമെടുക്കും. വാഹനം വിട്ടു നൽകാൻ സാധിക്കില്ലെങ്കിൽ കാരണം വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ബീഹാർ സീറ്റ് ചർച്ചകളിൽ മഹാസഖ്യത്തിൽ തർക്കം രൂക്ഷം. 60 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്കായി ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഡൽഹിയിലെത്തും. എൻഡിഎയുടെ സീറ്റ് ധാരണ പ്രഖ്യാപനം ഉടനുണ്ടാകും. 50 സീറ്റുകൾ നൽകാമെന്ന RJDയുടെ വാഗ്ദാനം കോൺഗ്രസ് തള്ളി. 60 സീറ്റുകൾ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. അല്ലാത്തപക്ഷം 10 സീറ്റുകളിൽ സൗഹൃദ മത്സരത്തിനിറങ്ങുമെന്നാണ് ഭീഷണി. 12 സീറ്റുകൾക്ക് വഴങ്ങാൻ VIP അധ്യക്ഷൻ മുകേഷ് സഹാനിയും തയ്യാറായിട്ടില്ല. 40 സീറ്റുകളും ഉപമുഖ്യമന്ത്രി സ്ഥാനവും വേണമെന്നാണ് ആവശ്യം. പ്രശ്നപരിഹാരത്തിനായി ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും. അതേസമയം NDA സഖ്യത്തിൽ സീറ്റ് ധാരണ അന്തിമഘട്ടത്തിലെത്തിയതായാണ് വിവരം. ചിരാഗ് പസ്വാൻ, ജിതൻ റാം മാഞ്ചി എന്നിവരുമായി സീറ്റുകളുടെ കാര്യത്തിൽ സമവായത്തിലെത്തിയെന്ന് BJP വൃത്തങ്ങൾ അറിയിച്ചു. ചിരാഗ് പസ്വാന് 25 സീറ്റുകളും മാഞ്ചിയുടെ HAMന് 8 സീറ്റുകളും നൽകാനാണ് ധാരണ. എന്നാൽ 15 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ മാഞ്ചി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ BJP കോർ ഗ്രൂപ്പ് യോഗം ഡൽഹിയിൽ ചേർന്നു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുത്തു. പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരും. 24 ഡൽഹി. ഈജിപ്തിൽ നടക്കുന്ന ഗസ സമാധാന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആകും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുക. നാളെ നടക്കുന്ന ഉച്ചകോടിയിലേക്ക് അമേരിക്ക പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വൈകിട്ട് നടക്കുന്ന ഗസ സമാധാന ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ US-ഉം ഒപ്പം തന്നെ ഈ ഉച്ചകോടിക്ക് ആതിഥ്യം നൽകുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റും ക്ഷണിച്ചിരുന്നു. ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിരുന്നെങ്കിലും പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെയും ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിരുന്നില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരമനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. പകരം ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കുക കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആയിരിക്കും. ഇന്ത്യ ഈ സമാധാനത്തിനായി ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ ചടങ്ങിനായി US-ഉം ഒപ്പം തന്നെ ഈജിപ്തും ക്ഷണിച്ചത്. എന്നാൽ പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. പകരം ഇന്ത്യയുടെ പ്രാതിനിധ്യമുണ്ടാകും. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരിക്കും ഈ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഔദ്യോഗികമായ വിശദീകരണങ്ങളൊന്നും തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ഹരിപ്പാട് വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു. പള്ളിപ്പാട് സ്വദേശി സരളയാണ് മരിച്ചത്. ഒരാളുടെ നില ഗുരുതരമാണ്. ഇപ്പോൾ അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഇതെങ്ങനെയാണ് ഇവർക്ക് ഷോക്കേറ്റത്? എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വിൻ? ഉന്മേഷ്, അല്പസമയം മുമ്പാണ് ഈ പാടശേഖരത്തിലെ പുല്ല് പറിച്ച് തിരികെ കരയിലേക്ക് കയറുന്ന വഴി ഈ രണ്ടുപേരെ വൈദ്യുത പോസ്റ്റിൽ നിന്ന് ഷോക്കടിക്കുന്നത്. അവർ നടന്നു വരുന്ന വഴി അവിടെ നിന്ന് ഈ സ്റ്റേ വയറിൽ നിന്നും KCBയുടെ പോസ്റ്റിൽ നിന്നുള്ള സ്റ്റേ കേബിളിൽ നിന്ന് വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ വിവരം. പള്ളിപ്പാട് സ്വദേശികൾ തന്നെയായ ലത ഒപ്പം മറ്റൊരാൾ, ഇങ്ങനെ രണ്ടുപേരാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നത്. അതിലൊരാളാണ് സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചത്. ലതയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഈ സരള എന്ന് പറയുന്ന 54 വയസ്സുള്ള സ്ത്രീയാണ് മരിച്ചത്. ഇപ്പോൾ നാട്ടുകാർ പറയുന്ന ചില ആരോപണങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അതായത് ഈ പോസ്റ്റിലുള്ള ഫ്യൂസ് കാരിയർ ഉണ്ട്, അത് പോസ്റ്റിന് പകുതിക്ക് മുകളിലാണ് വെക്കേണ്ടത്. പക്ഷേ ഇത് ഏറെ നാളുകളായി പൊട്ടി നിലത്തേക്ക് കിടക്കുകയാണ്. ഈ ഫ്യൂസ് കാരിയറിൽ നിന്നാണ് ഇവർക്ക് ഷോക്കേറ്റത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ വലിയ തോതിൽ വൈദ്യുതി പ്രഹരിക്കുന്ന ഒരു വസ്തു കൂടിയാണ് ഈ ഫ്യൂസ് കാരിയർ. അത് പൊട്ടിക്കിടക്കുകയാണെന്നും വഴിയിൽ അപകടകരമായി കിടക്കുന്നുവെന്നും KSEBയിൽ പലതവണ ഇവർ പരാതി അറിയിച്ചിരുന്നുവെങ്കിലും KSEB ഉദ്യോഗസ്ഥർ ഇടപെട്ട് അത് പുനഃസ്ഥാപിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. എന്തായാലും അങ്ങനെയെങ്കിൽ KSEBയുടെ ഭാഗത്തുനിന്നുള്ള വലിയൊരു അനാസ്ഥയാണ് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ എന്തായാലും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. സരളയുടെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ലത ഇപ്പോൾ വണ്ടാനം
ചെങ്ങന്നൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലുമാണ്. ഉന്മേഷ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. വിവാദങ്ങൾക്കൊടുവിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥ പുറത്തിറങ്ങുന്നു. ഇതാണെന്റെ ജീവിതം എന്ന പേരിലാണ് ആത്മകഥ. അടുത്ത മാസം 3-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പുസ്തകം പ്രകാശനം ചെയ്യും. പേരും പ്രസാധകരും മാറി EP ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുകയാണ്. മാതൃഭൂമി ബുക്സാണ് പുതിയ പ്രസാധകർ. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന പേരിൽ EP-യുടെ ആത്മകഥ പുറത്തിറക്കുന്നുവെന്ന DC ബുക്സിന്റെ പ്രഖ്യാപനം വിവാദമായിരുന്നു. ആത്മകഥയിലെ പരാമർശങ്ങൾ എന്ന പേരിൽ അന്ന് പുറത്തുവന്ന വിവരങ്ങൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും വഴിവെച്ചു. പാലക്കാട്, വയനാട്, ചേലക്കര ഉപതിരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ പുറത്തുവന്ന പുസ്തകഭാഗത്തിൽ രണ്ടാം പിണറായി സർക്കാരിനെതിരെയും പാലക്കാട്ടെ അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന P. സരിനെതിരെയും പരാമർശങ്ങളുണ്ടായിരുന്നു. തന്റെ അനുമതിയില്ലാതെ DC ബുക്സ് താൻ പറയാത്ത കാര്യങ്ങൾ ആത്മകഥയിൽ പ്രസിദ്ധീകരിച്ചുവെന്നായിരുന്നു EP ജയരാജൻ പറഞ്ഞിരുന്നത്. EP-യുടെ പരാതിയിൽ DC ബുക്സിനെതിരെ കേസെടുക്കുകയും ചെയ്തു. പാർട്ടി നേതൃത്വത്തോട് കൊമ്പുകോർത്ത അന്നത്തെ EP അല്ല ഇന്ന്. അതുകൊണ്ട് ഇതെന്റെ ജീവിതം എന്ന പേരിൽ ആത്മകഥ പുറത്തിറക്കുന്നത് പൂർണ്ണമായും പാർട്ടി വഴിയാണ്. മുഖ്യമന്ത്രിയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. വിവാദമാകുന്ന ഉള്ളടക്കം ആത്മകഥയിൽ ഉണ്ടാകാനും സാധ്യതയില്ല. 24 കണ്ണൂർ. ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ വീണ്ടും ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഇന്നലെ നടന്ന ബാലസദസ്സും കുടുംബശ്രീ വാർഷികവും രാഹുൽ ഉദ്ഘാടനം ചെയ്തു. രഹസ്യമായി MLA മണ്ഡലത്തിലെത്തുന്നുവെന്ന വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് നാളെ നടക്കുന്ന റോഡ് ഉദ്ഘാടനത്തിന്റെ ഫ്ലക്സ് ബോർഡിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുള്ളത്. രഹസ്യമായി MLA മണ്ഡലത്തിലെത്തുന്നു എന്ന വിമർശനങ്ങൾക്കിടെയാണ് ഇന്നലെ നടന്ന കുടുംബശ്രീ വാർഷികവും ബാലസദസ്സും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തത്. പാലക്കാട് നഗരസഭയിലെ 36-ാം വാർഡിലായിരുന്നു പരിപാടി. രാഹുൽ അപ്രതീക്ഷിതമായി എത്തിയതാണെന്നും ഉദ്ഘാടനം നേരത്തെ കൌൺസിലർമാർ നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നതെന്നുമാണ് സംഘാടകർ നൽകുന്ന വിശദീകരണം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായും ഷാഫി പറമ്പിലുമായും ഏറെ അടുപ്പമുള്ള മൻസൂർ മണലാഞ്ചേരിയുടെ വാർഡിലായിരുന്നു പരിപാടി. ഇതോടെ രഹസ്യമായി രാഹുലിനെ എത്തിക്കാനും തുടർന്ന് സജീവമാക്കാനുമാണ് ഒരു വിഭാഗത്തിന്റെ ശ്രമമെന്ന വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇതിനിടെയാണ് നാളെ നടക്കാനിരിക്കുന്ന പൂഴിക്കുന്നം റോഡ് ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിക്കുമെന്ന ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. MLA ഫണ്ട് ഉപയോഗിച്ചായിരുന്നു റോഡ് നിർമ്മാണം. എന്നാൽ നാളെ രാഹുൽ എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എല്ലാവരെയും അറിയിച്ച് പരസ്യമായി രാഹുൽ ഒരു ഔദ്യോഗിക പരിപാടിക്ക് എത്തിയാൽ തടയുമെന്നാണ് DYFIയുടെയും BJPയുടെയും നിലപാട്. 24 പാലക്കാട്. പാലക്കാട് വാണിയംകുളത്ത് DYFI മുൻ നേതാവിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മുഖ്യപ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. പനയൂർ സ്വദേശി വിനേഷിനെ മർദ്ദിക്കാൻ പ്രതികൾക്ക് നിർദ്ദേശം നൽകിയ DYFI ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിക്കായി തിരച്ചിൽ തുടരുകയാണ്. ആരോഗ്യം മെച്ചപ്പെട്ടതോടെ വെന്റിലേറ്ററിലായിരുന്ന വിനീഷിനെ ICUവിലേക്ക് മാറ്റി. DYFI ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വിനേഷ് കമന്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പിന്നീട് അക്രമത്തിൽ കലാശിച്ചത്. ഫേസ്ബുക്കിലൂടെ നിരന്തരം വിമർശിക്കുന്ന മുൻ DYFI നേതാവ് വിനേഷിനെ മർദ്ദിക്കണമെന്ന രാകേഷിന്റെ ഈ നിർദ്ദേശപ്രകാരമാണ് സംഘം യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചത്. വാണിയംകുളത്തെ ബാറിന് സമീപത്ത് വെച്ച് മർദ്ദിച്ച ശേഷം വിനേഷിനെ സുഹൃത്തുക്കൾക്കൊപ്പം പ്രതികൾ പറഞ്ഞയച്ചു. പിന്നീട് പിന്തുടർന്ന് പനയൂരിൽ വെച്ച് വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. ഇതിന് പ്രതികളെ പ്രേരിപ്പിച്ചതും രാകേഷാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിൽ റിമാൻഡിലായ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് രാകേഷാണെന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചത്. രാകേഷിനെ ഇതുവരെയും പിടികൂടാത്തതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. വിനേഷിന് മർദ്ദനം നേരിട്ട ശേഷവും മണിക്കൂറുകളോളം രാകേഷ് ഷൊർണൂരിൽ തന്നെ ഉണ്ടായിരുന്നതായി വിവരമുണ്ട്. എന്നാൽ രാകേഷ് ഒളിവിലാണെന്നും കണ്ടെത്താൻ തീവ്ര ശ്രമം നടക്കുന്നുവെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അതേസമയം പാർട്ടി അനുഭാവിയെ ക്രൂരമായി ആക്രമിച്ച DYFI ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെ സംരക്ഷിക്കേണ്ട എന്ന നിലപാടാണ് CPIM-ന്. അതിനിടെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിനേഷിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. വെന്റിലേറ്ററിലായിരുന്ന വിനേഷിനെ നിലവിൽ ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. 24 പാലക്കാട്. ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഉറപ്പുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ഹോസ്റ്റലും കോളേജ് കെട്ടിടവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉടൻ ഒരുക്കും എന്നാണ് ഉറപ്പ്. 14 കോടി രൂപ ഇതിനായി സർക്കാർ വകയിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. 24 ആണ് വിദ്യാർത്ഥികളുടെ പരാധീനത പുറത്തുകൊണ്ടുവന്നത്. പഠിക്കാൻ ക്ലാസ് മുറികളില്ലാത്ത കോളേജും നിന്ന് തിരിയാൻ ഇടമില്ലാത്ത ഹോസ്റ്റലും. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരമെന്നതായിരുന്നു വിദ്യാർത്ഥികളുടെ മുന്നറിയിപ്പ്. ഇതിനു പിന്നാലെയാണ് മന്ത്രിയുടെ ഉറപ്പ് വീണ്ടും എത്തിയത്. വാഴത്തോപ്പിലുള്ള ഹോളി ഫാമിലി ആശുപത്രി കെട്ടിടം പെൺകുട്ടികളുടെ ഹോസ്റ്റലിനായി ഉപയോഗിക്കും. ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് ബസ് സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തും. പേരൻസിനോടും കുട്ടികളോടും എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായും ചെയ്യുക എന്നുള്ളത്
ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. അതിനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി പുതിയ കെട്ടിട നിർമ്മാണത്തിന് 14 കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഭാവിയിലേക്ക് തുടർന്ന് വരുമ്പോൾ അനുബന്ധ സൗകര്യങ്ങളെ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയത്തക്ക വിധത്തിൽ പ്രയോജനകരമാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെ അതിനോട് സ്വീകാര്യമായൊരു മനസ്ഥിതി കാണിക്കണം. മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കുട്ടികളും രക്ഷിതാക്കളുമായി സംസാരിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. അതേസമയം മുൻപ് പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നിലപാട്. 16-ാം തീയതി മുതൽ സമരം തുടങ്ങും. വാഗ്ദാനമല്ല, ശാശ്വതമായ പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നാണ് നിലപാട്. 24 ഇടുക്കി. ഹാൽ എന്ന സിനിമയിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റണമെന്ന സെൻസർ ബോർഡ് നിർദ്ദേശം ശരിയല്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ലിസ്റ്റിൻ സ്റ്റീഫൻ. വിഷയത്തിൽ ഫിലിം ചേംബർ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി സെൻസർ ബോർഡുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇത് ഒരു ശരിയായ ഒരു പ്രവണതയല്ല. ഇപ്പോൾ ബീഫ് കാട്ടാൻ പറ്റത്തില്ല, രാഗി കേട്ടാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള നമുക്ക് കേട്ടാൽ അയ്യോ ഇതൊക്കെ എന്താ ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സെൻസർ ബോർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേണ്ട രീതിയിലുള്ള സ്റ്റെപ്പുകൾ ഞങ്ങൾ സ്വീകരിക്കും. അതുമായിട്ടുള്ള മുന്നോട്ട് ഇപ്പോൾ ചേംബർ ആണെങ്കിലും അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമന വിഷയത്തിൽ നാളെ നിർണായക യോഗം. മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മാനേജ്മെന്റുകളുമായാണ് അടുത്തഘട്ട ചർച്ച. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് NSSന് അനുകൂലമായി ലഭിച്ച സുപ്രീം കോടതി ഉത്തരവ് മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്നാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ ആവശ്യം. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. നാളെ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, അറ്റോർണി ജനറൽ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. ഇതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയും മാനേജ്മെന്റ് പ്രതിനിധികളുമായുള്ള ചർച്ചയെന്നും മന്ത്രി വി ശിവൻകുട്ടി. നാളത്തെ യോഗം മുഖ്യമന്ത്രിയും അഡ്വക്കേറ്റ് ജനറലും വിദ്യാഭ്യാസത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ ഡയറക്ടറും മാത്രമായിട്ടുള്ള യോഗമാണ്. ആ യോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പിന്നെ ഒരു ദിവസം മാനേജ്മെന്റുമായിട്ട് ചർച്ച നടത്തുന്നത്. ഭിന്നശേഷി സംവരണത്തിനായി അധ്യാപക ഒഴിവുകൾ മാറ്റിവെച്ച ശേഷം മറ്റൊഴിവുകളിൽ നിയമനം നടത്താനായിരുന്നു NSSന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച വിധി. ഈ വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനാണ് അറ്റോർണി ജനറലെ കൂടി യോഗത്തിൽ ഉൾപ്പെടുത്തിയത്. മാനേജ്മെന്റുകളുടെ ആവശ്യം നടപ്പാക്കാൻ കൂടുതൽ നിയമോപദേശം തേടണമോ എന്ന കാര്യത്തിലും നാളെ തീരുമാനമെടുക്കും. 24 തിരുവനന്തപുരം. ഇടുക്കി ചിന്നക്കനാലിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തി ചക്കക്കൊമ്പൻ കാട്ടാന. കോഴിപ്പന്നക്കുടിയിലാണ് ഇന്ന് കാട്ടാന എത്തിയത്. ആന ജനവാസ മേഖലയിൽ തുടരുകയാണ്. ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാൻ കാട്ടാന ചക്കക്കൊമ്പൻ തയ്യാറായിട്ടില്ല. എല്ലാ ദിവസവും ജനവാസ മേഖലയിൽ ഭീതി പരത്തുകയാണ്. കോഴിപ്പന്നക്കുടിയിലെ ഏലത്തോട്ടത്തിൽ ഇന്ന് പുലർച്ചെയോടെ കാട്ടാന എത്തി. പിന്നാലെ നാട്ടുകാർക്ക് RRTയുടെ മുന്നറിയിപ്പ്. നാട്ടുകാർ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചുമാണ് ആനയെ ഓടിക്കുന്നത്. ചക്കക്കൊമ്പൻ എത്തിയതിന്റെ സമീപത്തായി 8 ആനകളുടെ കൂട്ടവും നിലയുറപ്പിച്ചിരുന്നു. ചക്കക്കൊമ്പൻ മദപ്പാടിലായതിനാൽ കൂടുതൽ ജാഗ്രത വേണമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ഒരാഴ്ച മുമ്പ് ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ജോസഫ് വേലുച്ചാമിയെ ചക്കക്കൊമ്പൻ കൊലപ്പെടുത്തിയതിന് പിന്നാലെ RRT നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. 24 ഇടുക്കി. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം. ഉച്ചകഴിഞ്ഞ് 3:30 വിശാഖപട്ടണത്താണ് മത്സരം. വനിതാ ലോകകപ്പിൽ ഇന്ന് സൂപ്പർ സൺഡേ. കിരീടപ്പോരിൽ മുൻനിരയിലുള്ള ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയും ആതിഥേയരായ ഇന്ത്യയും മുഖാമുഖം. ആദ്യ 2 മത്സരവും ജയിച്ച് മിന്നും തുടക്കം കിട്ടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കയ്യിലിരുന്ന കളി കൈവിട്ടതിന്റെ ഞെട്ടലാണ്. 81 റൺസ് എടുക്കുന്നതിനിടെ 5 വിക്കറ്റ് നഷ്ടമായി പതറിയ പ്രോട്ടീസ് വിമൻസ് അവസാനം ആഞ്ഞടിച്ച 3 വിക്കറ്റിന് ഇന്ത്യയെ വീഴ്ത്തുകയായിരുന്നു. സ്മൃതി മന്ദാന, ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, പ്രതിക റാവൽ, ജമീമ റോഡ്രിക്സ് എന്നിവരടങ്ങിയ ടോപ്പ് ഓർഡർ താളം കണ്ടെത്താത്തതാണ് ഇന്ത്യയുടെ പ്രധാന പ്രശ്നം. ആദ്യ കളികളിൽ രക്ഷകരായ സ്പിന്നേഴ്സ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നിറം മങ്ങിയതും തിരിച്ചടിയായി. കണക്കുകളിലും കരുത്തിലും ഓസ്ട്രേലിയ മുന്നിലെങ്കിലും തുടർച്ചയായ 2ാം തോൽവി ഒഴിവാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. അതേസമയം 8ാം കിരീടത്തിലേക്ക് ആധികാരികമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയ. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ മുൻനിര തകർന്നിട്ടും തിരിച്ചുവന്ന വമ്പൻ ജയം നേടിയ ഓസ്ട്രേലിയ എന്തുകൊണ്ട് മൈറ്റി ഓസീസ് എന്ന പേരിന് അർഹരെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കിടിലൻ ബാറ്റിംഗ് നിരയും തീപ്പൊരി ബൗളിംഗ് നിരയും അടങ്ങിയ ഓസീസിനെ വീഴ്ത്താൻ ഇന്ത്യ ഒരു പിഴവ് പോലുമില്ലാതെ കളിക്കേണ്ടി വരും. സ്പോർട്സ് ഡെസ്ക് 24. 24 ഡ്രീം ഹോം എക്സ്പോയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് സമാപനം. 30-ലധികം ബിൽഡേഴ്സിൽ നിന്നായി 100-ലധികം സൂപ്പർ ലക്ഷറി പ്രോജക്റ്റുകളാണ് എക്സ്പോയുടെ ഭാഗമായത്. ഡ്രീം ഹോം എക്സ്പോയുടെ 2ാം എഡിഷൻ ഈ മാസം 25, 26 തീയതികളിലായി കൊച്ചിയിൽ നടക്കും.
ഫ്ളാറ്റ് അല്ലെങ്കിൽ വില്ല ആഗ്രഹിക്കുന്നവർക്ക് വിശാലമായ വേദിയൊരുക്കിയാണ് 24 ഡ്രീം ഹോം എക്സ്പോ ശ്രദ്ധേയമായത്. 2 ദിവസങ്ങളിലായി തിരുവനന്തപുരം ലുലു മാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവർ പങ്കാളികളായി. വീടെന്ന സ്വപ്ന സഫലീകരണത്തിനായി ആരെ തിരഞ്ഞെടുക്കണമെന്ന ആശയക്കുഴപ്പം മാറ്റിയാണ് പലരും പ്രദർശനവേദിയിൽ നിന്ന് മടങ്ങിയത്. എല്ലാ കുഴപ്പമില്ല, കൊള്ളാം. ആഗ്രഹിക്കുന്നുണ്ട്. ഫ്ലാറ്റ് അല്ല, വില്ല. നല്ലതാണ്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക, എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു വീടിന് വേണ്ടിയിട്ടാണ് ഇപ്പം. അല്ല, നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഓരോന്നേരം നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് സൗകര്യം ഉണ്ടായിരിക്കണം. പിന്നെ സിറ്റിയിലാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം, അതെല്ലാം നോക്കിയിട്ടാണ്. ഡ്രീം ഹോം എക്സ്പോ 100-ലധികം അതിവിശാല പ്രൊജക്ടുകളെ ഒരു കുടക്കീഴിലെത്തിച്ചത് ഉപഭോക്താക്കളുടെ തിരഞ്ഞെടുപ്പ് എളുപ്പമാക്കി. ആരംഭദിനമായ ഇന്നലെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഫ്ലവേഴ്സ് ചീഫ് മാനേജർ ഉഷാ ശ്രീകണ്ഠൻ നായർ, പ്രോപ്പർട്ടി എക്സ്പോ കൺവീനർ ബിജു സദാശിവൻ, ക്രെഡായി കൺവീനർ ജനറൽ SN രഘുചന്ദ്രൻ നായർ, തിരുവനന്തപുരം ക്രെഡായി പ്രസിഡന്റ് അരുൺ അയ്യപ്പൻ ഉണ്ണിത്താൻ തുടങ്ങിയവരും പരിപാടിയുടെ ഭാഗമായി. 24 ഡ്രീം ഹോം എക്സ്പോയുടെ 2ാം എഡിഷൻ ഈ മാസം 25, 26 തീയതികളിലായി കൊച്ചി ലുലു മാളിൽ സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം. തൃശൂർ ആമ്പല്ലൂരിൽ സ്കൂട്ടറിൽ നിന്ന് ബസ്സിനടിയിലേക്ക് വീണ യുവതി മരിച്ചു. നെല്ലായി സ്വദേശി സിജിയാണ് മരിച്ചത്. സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ തൃശൂരിൽ നിന്ന് സൂരജ്, വിവരങ്ങൾ. ഉന്മേഷ്, ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിലാണ് ഇപ്പോൾ ഈ സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് ജീവൻ നഷ്ടമായത്. ഈ അടിപ്പാത നിർമ്മാണം തുടങ്ങിയതിന് പിന്നാലെ ഈ മേഖലയിലെല്ലാം തന്നെ, അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിലെല്ലാം തന്നെ ഈ അപകടം തുടർക്കഥയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഈ സ്കൂട്ടർ അപകടത്തിൽപ്പെടുന്നത്. ഈ മേഖലയിൽ നേരിയ ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു. അതിനിടയിൽ ഈ ഒരു കാനയ്ക്ക് സ്ലാബിന് മുകളിലൂടെ കയറുകയും പിന്നീട് അവിടെ നിന്ന് ഈ നിയന്ത്രണം തെറ്റി ഈ സ്കൂട്ടർ മറിയുകയുമായിരുന്നു. അങ്ങനെയാണ് ഈ ഭർത്താവിനൊപ്പം സഞ്ചരിക്കുകയായിരുന്ന സിജി സ്വകാര്യ ബസ്സിനടിയിൽപ്പെടുന്നത്. അതിന്റെ പിൻചക്രത്തിനടിയിലേക്ക് സിജിയുടെ തല ഇടിക്കുകയായിരുന്നു. ഈ ബസ്സിന്റെ പിൻചക്രം ഈ തലയിലൂടെ കയറി ഇറങ്ങുകയും ചെയ്തു. പിന്നീട് ബസ് പുറകോട്ടെടുത്താണ് ഈ സിജിയെ പുറത്തെടുത്തത്. പക്ഷേ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. പുതുക്കാട് പോലീസ് എത്തി ഈ മേൽനടപടി സ്വീകരിച്ചു വരികയാണ്. തൈക്കാട് ആയുർവേദ കമ്പനിയിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു സിജി എന്നുള്ളതാണ്. എന്തായാലും ഈ മേഖലയിലെ ഗതാഗതക്കുരുക്കും ആ ഗതാഗതക്കുരുക്ക് മറികടന്ന് ഈ സ്ലാബിലൂടെ വാഹനം കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു മുന്നിൽ. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലിൽ 23-കാരുടെ ആത്മഹത്യയിൽ പ്രതി റമീസ് നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന് കുറ്റപത്രം. മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചതിന് തെളിവില്ല എന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. റമീസ് ഉപേക്ഷിക്കുമെന്ന ഭീതിയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് കണ്ടെത്തൽ. പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ആൺസുഹൃത്തായ റമീസ് പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതിന്റെ നിരാശയിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. കേസിൽ റമീസിന് പുറമെ റമീസിന്റെ മാതാവും പിതാവും പ്രതികളാണ്. കേസിൽ നേരത്തെ റമീസും മാതാപിതാക്കളും റമീസിന്റെ സുഹൃത്തായ സഹദും അറസ്റ്റിലായിരുന്നു. കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നതിനാണ് റമീസിന്റെ സുഹൃത്ത് സഹദിനെ അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമം നടന്നു എന്നതിൽ യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കണ്ണൂർ തളിപ്പറമ്പിലെ തീപിടുത്തത്തിനിടെ എതിർവശത്തെ ഹൈപ്പർ മാർക്കറ്റിൽ മോഷണമെന്ന് പരാതി. നബ്രാസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് 10,000 രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ചു. പർദ്ദയിട്ട് മുഖം മറച്ച സ്ത്രീ മോഷണം നടത്തുന്ന ദൃശ്യം പുറത്ത്. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷം, 9-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ടാണ് തളിപ്പറമ്പ് ടൗണിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വൻ തീപിടുത്തമുണ്ടായത്. വൈകിട്ട് 5 മണിയോടെയാണ് ആദ്യം തീ പടർന്നത്. അതേ സമയത്ത് തന്നെ ഈ തീപിടുത്തം ഉണ്ടായതിന്റെ എതിർവശത്ത്, അതായത് ദേശീയപാത കടന്നു പോകുന്നതാണ് തളിപ്പറമ്പ് ടൗണ്, ദേശീയപാതയുടെ എതിർവശത്തെ നബ്രാസ് ഹൈപ്പർ മാർക്കറ്റിലാണ് അതേ സമയം ആ തീപിടുത്തം ഉണ്ടായ അതേ സമയത്ത് ഈ മോഷണം നടന്നിട്ടുള്ളത്. അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഏകദേശം 10,000 രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നതാണ് തളിപ്പറമ്പ് പോലീസിൽ ഇപ്പോൾ പരാതിയായി കടയുടമ നൽകിയിട്ടുള്ളത്. അതിൽ ഒരു പർദ്ദയിട്ട് മുഖം മറച്ചിട്ടുള്ള ഒരു സ്ത്രീ ആ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ
വാഹനങ്ങൾ മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ അടക്കമാണ് ഇപ്പോൾ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സ്ത്രീയെ നിലവിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. കൂടുതൽ CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയാണെന്നാണ് പോലീസ് പറയുന്നത്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ പൂർത്തിയാകുന്നു.